മകരവിളക്കിന് മുന്നോടിയായി ശബരിമലയിൽ ശുദ്ധിക്രിയകൾ ആരംഭിച്ചു. പ്രസാദ ശുദ്ധിക്രിയകളാണ് ഇന്നലെ നടത്തിയത്. ഇന്ന് ഉച്ചപൂജയ്ക്ക് മുൻപ് ബിംബ ശുദ്ധിക്രിയകൾ കൂടി കഴിയുന്നതോടെ സന്നിധാനം പൂർണ്ണമായും മകരവിളക്കിനായി ഒരുങ്ങും. മകരവിളക്കിന്റെ പ്രധാന ചടങ്ങുകളാണ് ശുദ്ധിക്രിയകൾ. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുന്നതിന് മുൻപ് അയ്യപ്പ സന്നിധാനം പൂർണ്ണമായും ശുദ്ധീകരിക്കുക എന്നതാണ് താന്ത്രിക കർമ്മങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു പ്രസാദ ശുദ്ധിക്രിയകൾ നടന്നത്. ശുദ്ധിക്രിയകൾക്ക് ശേഷം പുൽക്കയർ വലിച്ച് രക്ഷാകവചം നടത്തി. തന്ത്രി കണ്ഠരര് രാജീവരുടെയും മേൽശാന്തി കൃഷ്ണദാസ് നമ്പൂതിരിയുടെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രാക്ഷോക്തഹോമം, വാസുഹോമം, വാസുബലി, രക്ഷാകലശം, വാസുപുണ്യം ഇത്രയും അടങ്ങുന്നതാണ് പ്രസാദ ശുദ്ധിക്രിയകൾ. ഇതെല്ലാം ഇപ്പോൾ കഴിഞ്ഞു. അത് നാളെ ബിംബശുദ്ധിക്രിയകളാണ്. അത് ചതുശുദ്ധി, ധാര, പഞ്ചകം, പഞ്ചകം ഇത് പ്രത്യേകം മണ്ഡപത്തിൽ വെച്ച് പൂജിച്ച് ഭഗവാൻ അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ് ആ ശുദ്ധിക്രിയയുടെ ലക്ഷ്യം. അതായത് മകരവിളക്കിന് മുന്നോടിയായിട്ട് എല്ലാവിധ ശുദ്ധിയും നിലനിർത്തി അശുദ്ധികളൊക്കെ മാറ്റി ശുദ്ധി നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാന ഉദ്ദേശം. ഇന്ന് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര 14 വൈകിട്ട് 6:30 സന്നിധാനത്തെത്തും. ശരംകുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സന്നിധാനത്തേക്ക് ആനയിക്കുക. തുടർന്നാണ് ദീപാരാധനയും മകരവിളക്ക് ദർശനവും നടക്കുക. വൈകിട്ട് 7:28 മകരസംക്രമ പൂജ നടക്കുക. ശ്യാംകുമാർ, റിപ്പോർട്ടർ, സന്നിധാനം.